ആർദറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിവിടെ ഒരു LED സ്റ്റാർ എങ്ങനെ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ച് നോക്കാം. നമുക്ക് LED സ്റ്റാർ നിർമ്മിക്കാൻ വേണ്ട ഫ്രെയിം വേണം, പിന്നെ ലൈറ്റ് വേണം. നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് RB LED, അതായത് റെഡും ബ്ലൂവും കൂടി ഒറ്റ ലൈറ്റിൽ കത്തുന്നത്. പിന്നെ RG ഉണ്ട്, അതായത് റെഡും ഗ്രീനും ഒറ്റ ലൈറ്റിൽ തന്നെ കത്തുന്നു, മാറി മാറി വരുന്നതാണ്. പിന്നെ നമുക്ക് അതിന് വേണ്ട പവർ സപ്ലൈ വേണം. അതിന് നമുക്കിപ്പോൾ ഡയോഡ് വേണം, IN4007 ഡയോഡാണ്. പിന്നെ റെസിസ്റ്റർ വേണം, 100 ohmsൻ്റെ റെസിസ്റ്ററാണ്. പിന്നെ നമുക്ക് കപ്പാസിറ്റർ വേണം, 474J 450 വോൾട്ടിൻ്റെ ഒരു പോളിസ്റ്റർ കപ്പാസിറ്ററാണത്. ഇത് വെച്ച് നമുക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്തിട്ട് ഇതിലേക്ക്, അതായത് നമ്മളിപ്പോൾ LED ബൾബ് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇത് എങ്ങനെ വെക്കാൻ പറ്റുമെന്ന് നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ സീരീസ് ആയിട്ടാണ് ഇത് കണക്ട് ചെയ്യേണ്ടത്. നമുക്കൊരു സീരിയൽ ലൈറ്റ് കണക്ട് ചെയ്യുന്ന പോലെ നമുക്ക് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഇതിപ്പോൾ RB ആയിട്ടുള്ള രീതിയിലുള്ള ലൈറ്റാണ് കൊടുക്കുന്നത്. അതായത് നമുക്ക് ഒരു ഡിസൈൻ പോലെ ഈ ഒരു സെക്ഷനിൽ വേണമെങ്കിൽ RB കൊടുക്കാം, അല്ലെങ്കിൽ ഒരു RG കളർ, അതായത് റെഡ് ഗ്രീൻ, ഇവിടെ ഒരു RBയോ അല്ലെങ്കിൽ RGയോ. അപ്പോൾ നമുക്ക് രണ്ടും കളറ് വ്യത്യാസമായിട്ട് വരും. തെളിയുമ്പോൾ നല്ല ഷോ ആയിരിക്കും അത്. അപ്പം നമുക്കിത് കണക്ട് ചെയ്യാം. അതായത് ഇതിപ്പോൾ ഇങ്ങനെ കണക്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൈനസ്, ഇത് പോസിറ്റീവ്. അത് നമുക്ക് ശ്രദ്ധിക്കണം. ബൾബിൻ്റെ ഇപ്പോൾ ഈ ലെഗ് പെട്ടെന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു ലെഗ് നീളം കുറഞ്ഞതും ഒരു ലെഗ് നീളം കൂടിയതും. ഈ ലെഗ് നീളം കുറഞ്ഞത് നമുക്ക് മൈനസ്, ഇത് പോസിറ്റീവായിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഇതിപ്പോൾ ഇവിടെ മൈനസ് പോസിറ്റീവ് ഇങ്ങനെ വന്ന് ഇതിങ്ങനെ കയറ്റി വെക്കുമ്പോൾ ഇത് തമ്മിൽ ജോയിൻ്റ് ചെയ്യണം. നമുക്കിപ്പോൾ കൈ വെച്ച് പിരിച്ച് കൊടുത്താൽ സോൾഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് അത് സോൾഡർ ചെയ്യാതെ, പരമാവധി സോൾഡർ ചെയ്യാതെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റാർ നിർമ്മാണമാണിത്. ഇതേപോലെ നമുക്ക് കണക്ട് ചെയ്ത് മൈനസ് പ്ലസ് കണക്ട് ചെയ്ത് ഇങ്ങനെ വരാവുന്നതാണ്. ഇത് നമ്മൾ ഇതേപോലെ നമുക്ക് എല്ലായിടത്തും വെക്കാം. നമുക്ക് ഇത് ഇപ്പോൾ നമ്മൾ ഇത് കംപ്ലീറ്റ് ആയതാണ്. LED ബൾബ് ഇത് സീരീസ് ആയിട്ട് ഇത് കണക്ട് ചെയ്തിട്ട് 2 ലെയറിലും കണക്ട് ചെയ്തതാണ്. അപ്പോൾ ഈ 2 ലെയറിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് പവർ സപ്ലൈ, ബ്രിഡ്ജ് റെക്ടിഫയർ ഇത് റെഡിയാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം. നമുക്കിത് ബ്രിഡ്ജ് റെക്ടിഫയർ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ച് നോക്കാം. ഇപ്പോൾ നമ്മൾ 4 ഡയോഡാണ് എടുത്തേക്കുന്നത്. ഈ ഡയോഡിൽ ഈ വരയുള്ള വശം പോസിറ്റീവാണ്, വരയില്ലാത്ത വശം നെഗറ്റീവ്. ഇതിപ്പോൾ രണ്ടും തമ്മിൽ ഇതേപോലെ ഒന്ന് പിരിക്കുക. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് വശം ഹൈ, അതേപോലെ 2 വരയില്ലാത്ത വശം തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്യാം. ഈ ജോയിൻ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇതേപോലെ കണക്ട് ചെയ്യുക. അതായത് ഒരു സൈഡിൽ ഇപ്പോൾ ജോയിൻ്റ് ചെയ്ത വശം പ്ലസ്, ഇവിടെ മൈനസ്. ഇപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലസും മൈനസായിട്ട് വരും. അപ്പം അങ്ങനെയുള്ള രണ്ടും ഒന്നും കൂടി ജോയിൻ ചെയ്യാം. ഇപ്പോൾ റെസിസ്റ്റർ ബ്രിഡ്ജ് റെക്ടിഫയർ ആയി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇതേപോലെ ഇപ്പോൾ സോൾഡർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ മൈനസും പ്ലസും വന്ന സ്ഥലത്തേക്ക് ഈ റെസിസ്റ്റർ കൊടുക്കണം. റെസിസ്റ്റർ കൊടുത്തിട്ട് ഈ റെസിസ്റ്ററിൻ്റെ ഈ ലെഗിലേക്ക് നമുക്ക് 230യുടെ ഒരു വയർ കൊടുക്കാം. അപ്പം അതേപോലെ ഈ കപ്പാസിറ്ററും ഇതേപോലെ കൊടുക്കാം. കപ്പാസിറ്റർ, അതായത് ഇങ്ങനെ വന്നിട്ട് ഇത് നല്ല
ടച്ച് ചെയ്യാത്ത രീതിയിൽ നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇതിപ്പോൾ ഇതേപോലെ ആയിട്ട് നമുക്ക് ഈ വശത്ത് ഈ റെസിസ്റ്ററിലും ഈ കപ്പാസിറ്ററിലും 230 കൊടുക്കാം. ബാക്കി രണ്ടറ്റം, അതായത് ഈ രണ്ടറ്റത്തിൽ ഈ പ്ലസ് വന്ന, അതായത് ലൈൻ വന്നത് പ്ലസ്സും ലൈൻ വരാത്തത് മൈനസായിട്ട് എടുക്കും. എന്നിട്ട് ഇത് നമ്മുടെ ലൈറ്റിൻ്റെ പോസിറ്റീവിലേക്ക്, അതായത് ഈ ലൈൻ വന്നത് ലൈറ്റിൻ്റെ പോസിറ്റീവിലേക്കും ലൈൻ വരാത്ത ലൈറ്റിൻ്റെ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യണം. നമുക്ക് ഈ പവർ സപ്ലൈ ഇതിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഉള്ളിലേക്ക് കണക്ട് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ ഇട്ട് കണക്ട് ചെയ്യാം. ഇതിപ്പോൾ കണക്ട് ചെയ്തതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലാക്ക് ഇത് കൊടുത്തേക്കുന്ന ഹീറ്റ് സിങ്ക് സ്ലീവാണ്. അതായത് ഈ വയറുകൾ തമ്മിൽ അത് ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇത് ലൈറ്റിൻ്റെ പോസിറ്റീവിലേക്ക്, ഈ വയർ പോസിറ്റീവിലേക്ക്, ഈ ലൈറ്റിൻ്റെ ഇത് നെഗറ്റീവിലേക്ക്. നമുക്ക് വേണമെങ്കിൽ ഒന്നൊരു മീറ്റർ ഇട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ മീറ്റർ ഇടുമ്പോൾ നമ്മൾ നോക്കാം, ഇത് ഡയോഡിൽ ബസറിലേക്ക് എടുത്തിടുക. ബസറിൽ ഇട്ടിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പം ലൈറ്റ് തെളിയുന്നുണ്ട്. ഇപ്പോൾ തിരിച്ചു പിടിച്ചിട്ടാണ് വെട്ടം വരാത്തത്. ലൈറ്റ് തെളിയുന്നുണ്ട്. ഇത് നെഗറ്റീവ്. ഇപ്പോൾ ഈ വശം പോസിറ്റീവ്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മളിത് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് തെളിച്ച് നോക്കാം. ഇത് മൊത്തത്തിൽ പവർ സപ്ലൈ കൊടുത്തിട്ടൊന്ന് തെളിച്ച് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്യണേ. അപ്പോൾ ഇത് ബാക്ക് വശമാണത്. നമ്മളിതിൻ്റെ ബാക്ക് കവറും കൂടി ഇടാം. അപ്പോൾ ഇതേപോലെ ബാക്ക് കവർ ഇപ്പോൾ കണക്ട് ചെയ്യാം. നോക്കിയിട്ട് ബാക്ക് കവർ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്യുമ്പോൾ ഇതിലൊരു ഇതുണ്ട്, ഈ ഹോളിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇതേപോലെ ഇവിടെ ആ ഹോളിലേക്ക് കണക്ട് ചെയ്യാം. ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതേപോലെ പ്രസ് ചെയ്യാം. ഈ ഫ്രണ്ട് വശം വന്നു. നമുക്ക് ഈ ഫ്രണ്ട് വശം വന്നിട്ടൊന്ന് തെളിച്ച് നോക്കാം. ഇതിലൊരു ഈ ഫ്രെയിമിൽ നമുക്കൊരു ഫ്രണ്ട് കവറും കൂടി ഉണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട് കവറും കൂടി ഇട്ട് കഴിയുമ്പോഴേക്കും നല്ല ഭംഗിയായിരിക്കും. നമുക്കത് ഇട്ടിടാം. നമുക്കിപ്പോൾ ഇതുമേൽ കിട്ടിയേക്കണ വൈറ്റ് കളറാണ് ഫ്രണ്ട്. നമുക്ക് വേണമെങ്കിൽ റെഡ് വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം. ഏതായിരിക്കും നല്ല ഭംഗി നോക്കാം. ഇത് ഞാൻ ശരിക്കും വെക്കുന്നില്ല. ഇപ്പോൾ രണ്ട് കളറിലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ റെഡ് വെക്കുമ്പോഴും വൈറ്റ് വെക്കുമ്പോഴും വ്യത്യാസമുണ്ട്. എങ്ങനെയാണെങ്കിലും നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ഇതേപോലെ നമുക്ക് ഈ LED സ്റ്റാർ നിർമ്മിക്കാം. സിമ്പിളാണിത്. എല്ലാവർക്കും ഇതേപോലെ സിമ്പിളായിട്ട് ഈ ക്രിസ്മസ് കാലയളവിൽ നമുക്കിതൊക്കെ നിർമ്മിക്കാവുന്നതാണ്. ചെറിയൊരു വരുമാന മാർഗമായിരിക്കും ഇത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള നല്ല വീഡിയോ ഇനിയും ഉണ്ടാകുന്നതാണ്. നന്ദി, നമസ്കാരം.